ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഈദ് സ്പെഷ്യലായിട്ടുള്ള ഒരു സിമ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കുക. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ കോഫി പൗഡറാണ്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് ഇത് ബോയിലായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റാണ് എടുക്കേണ്ടത്. അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ബാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ എന്ന് വെച്ചാൽ ഇതൊന്ന് 100 ഗ്രാമാണ്. അപ്പോൾ ഒന്നിൻ്റെ പകുതി എന്നുള്ള രീതിയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ 150 ഗ്രാമായിട്ട് നമുക്ക് എടുക്കട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നാലും ഇത് നമുക്ക് പെട്ടെന്ന് ഇത് മെൽറ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് 250 ml ഫ്രഷ് ക്രീമാണ്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇതാ ഞാൻ പാനിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതൊന്ന് ബോയിലായി വരുന്നുണ്ട്. ആ ഒരു ടൈമിന് നമുക്ക് ഈ ഒരു പാനും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വെള്ളം നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ആ ഒരു ചൂട്ടിൽ തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചോക്ലേറ്റ് ഇതുപോലെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ ചൂട് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഫിയോന ക്രീമാണ്. അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഐസായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മെൽറ്റാക്കി എടുത്ത ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളിത് കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന ക്രീമായതുകൊണ്ട് ഇത് കുറച്ചും കൂടി നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. കാരണം ഒരുപാട് തിക്കാക്കാണ്ട് കുറച്ചൊന്ന് ലൂസാകുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 പാക്ക് ഓരോ ബിസ്ക്കറ്റാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അത് ഇതുപോലെ ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു കോഫിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/4 കപ്പ് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ടായത്. അത് 1/2 കപ്പായിട്ട് ഞാൻ ബോയിൽ ചെയ്ത് എടുത്തിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബിസ്ക്കറ്റ് നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ക്രീമും നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ചോക്ലേറ്റ് മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പലരും ചോദിക്കുന്നുണ്ട്, ഇത് സെറ്റായതിന് ശേഷമാണോ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിതൊക്കെ ഒരുമിച്ചിട്ട് തന്നെ ചെയ്യാവുന്നതേ ഇല്ല കേട്ടോ. ഇനി ഇത് മൊത്തമായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്കുള്ള ഡെക്കറേഷനൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം.
ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പിസ്താച്ച് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമുക്കിതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വരുന്നില്ല, അതുപോലെ ഒരുപാട് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കോഫി ബോയിൽ ചെയ്തെടുക്കുക, അതുപോലെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്തെടുക്കേണ്ടതേ ഉള്ളൂ. ഇനി ഇത് ഇട്ടതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ പുഡിങ് തണുത്തതിന് ശേഷം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഇവിടെ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും ഇതിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്